ഞാൻ മലപ്പുറത്ത് MES ഇരുമ്പിളിയം അവിടെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിയും മലപ്പുറത്ത് നിന്ന് കയറിയിരിക്കുന്നത് എൻ്റെ ടീമാണ്. അതുപോലെ പാലക്കാട് BSS ഗുരുകുലം സ്റ്റേറ്റിൽ 11 വർഷമായിട്ട് ഓവറോൾ അടിക്കുന്ന സ്കൂളാണ്. മികച്ച സ്കൂളിനുള്ള കപ്പ് ഗുരുകുലത്തിലാണ് 11 വർഷമായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ 21 വർഷമായിട്ട് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അവിടെയും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി പാലക്കാട് നിന്ന് കയറിയിരിക്കുന്ന എൻ്റെ ടീമാണ്. അതുപോലെ തൃശ്ശൂർ HDP സമാജം ഇരിങ്ങാലക്കുട ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വന്നിരിക്കുന്നു. എറണാകുളത്ത് ഹൈസ്കൂൾ ടീം മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. സെൻറ്റ് ജോസഫ് ആരക്കുഴ മൂവാറ്റുപുഴയ്ക്ക് കുറച്ച് ഉള്ളോട്ടുള്ളൊരു പ്രദേശമാണ്. അതുപോലെ ഇടുക്കി ജില്ലയിൽ 21 വർഷമായി ഞാൻ പഠിപ്പിക്കുന്നു. MKNM കുമാരമംഗലം അവിടെ സ്ഥിരമായിട്ട് ജില്ലാ ഓവറോൾ വാങ്ങുന്ന സ്കൂളാണ്. കോട്ടയത്ത് NSS കിടങ്ങൂർ. അതുപോലെ ഹയർ സെക്കൻഡറി ടീം പഠിപ്പിച്ചിരിക്കുന്നത് ലാക്കാട്ടൂർ MGM ലാക്കാട്ടൂരിലാണ് ഹയർ സെക്കൻഡറി പഠിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തിരുവനന്തപുരത്ത് നന്ദിയോട് SKV ശ്രീകൃഷ്ണവിലാസം സ്കൂളിൽ ഈ വർഷം ഞാൻ ആദ്യമായിട്ടാണ് SKVയിൽ പോകുന്നത്. അവിടെ ഹയർ സെക്കൻഡറി മാത്രമാണ് ഈ വർഷം എടുത്തിരിക്കുന്നത്. ഈ വർഷം ഒരു അപ്പീൽ ഉൾപ്പെടെ 15 ടീമാണ് വന്നിട്ടുള്ളത്. കണ്ണൂരിൽ നിന്നൊരു അപ്പീലുണ്ട്. അതിൽ 6 ടീം എൻ്റെതാണ് ഹൈസ്കൂൾ വിഭാഗത്തിൽ. അത് സ്ഥിരമായിട്ട് ഇപ്പം ഗുരുകുലമൊക്കെ ജൂൺ മാസത്തിൽ സ്കൂൾ തുറക്കുമ്പോൾ അതിന് സമാന്തരമായിട്ട് അവർ പരിശീലനം തുടങ്ങും. അവിടെ മിക്കവാറും അവധി ഞായറാഴ്ചയാണ് എൻ്റെ അവിടുത്തെ പരിശീലന ദിവസം. അപ്പോൾ അവിടെ എല്ലാ ഞായറാഴ്ചയും ബാക്കിയുള്ള സ്കൂളിലൊക്കെ കറങ്ങി തിരിഞ്ഞ് ഞായറാഴ്ചയാണ് അവിടെ എത്തുക. അതുപോലെ സ്ഥിരമായി ചെയ്യുന്ന എല്ലാ സ്കൂളിലും ജൂൺ ജൂലൈ മാസത്തിൽ എല്ലാ സ്ഥലത്തും സെലക്ഷൻ നടക്കും. ഇത് ഒരു ക്ഷേത്രകലയാണ്, അനുഷ്ഠാന കലയാണ് പൂരക്കളി എന്ന് പറയുന്നത്. ഇത് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ ഭഗവതി കാവുകളിൽ പൂരോത്സവത്തോടനുബന്ധിച്ച്, അതായത് വടക്കേമലബാറിൽ മീനപ്പൂരമാണ്. പൂരോത്സവത്തോടനുബന്ധിച്ച് അവതരിപ്പിക്കുന്ന ഒരു അനുഷ്ഠാന കലയാണ് പൂരക്കളി. അതോടൊപ്പം തന്നെ മറുത്തുകളി എന്ന് പറയുന്ന ഒരു വശം കൂടിയുണ്ട് പൂരക്കളിക്ക്. അപ്പോഴാണ് പൂരക്കളി പൂർണ്ണമാകുന്നത്. അതിൽ പൂരക്കളി എന്ന് പറയുന്നത് ഇതിൻ്റെ കായികമായിട്ടുള്ള ഒരു അഭ്യാസ പ്രകടനമാണ് പൂരക്കളി എന്ന് പറയുന്നത്. മറുത്തുകളി എന്ന് പറയുന്നത് ബുദ്ധിപരമായിട്ടുള്ള പാണ്ഡിത്യം മാറ്റുരയ്ക്കുന്ന 2 ദേശത്തെ പ്രതിനിധീകരിച്ച് 2 പണ്ഡിതന്മാർ ഭൂമിയിലുള്ള എല്ലാ വിഷയത്തിലും സംസ്കൃത, വ്യാകരണം, തർക്കശാസ്ത്രം, അതുപോലെ നാട്യശാസ്ത്രം ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് അത് ഇന്നത്തെ പത്രവാർത്ത വരെ ചർച്ചയാവുകയും പ്രതിയോഗിയെ ഉത്തരം മുട്ടുകുത്തിക്കുക എന്നുള്ളതാണ് എതിരാളിയുടെ ലക്ഷ്യം. അപ്പോൾ എല്ലാ വിഷയത്തിലും ആനുകാലിക പ്രസക്തിയുള്ള വിഷയത്തിൽ ഉൾപ്പെടെ ചർച്ച നടക്കുക. അതാണ് മറുത്തുകളി എന്ന് പറയുന്നത്. ഇത് രണ്ടും ചേരുമ്പോഴാണ് പൂരക്കളി പൂർണ്ണമാകുന്നത്. പൂരക്കളിയുടെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് കാമദഹനം കഥയുമായി ബന്ധപ്പെട്ടാണ് പൂരക്കളിയുടെ ഐതിഹ്യം കുടികൊള്ളുന്നത്. അതായത് ഈ കാമദേവൻ ശിവന്റെ തപസ് മുടക്കുകയും കാമബാണം എഴുതി തപസ് മുടക്കുകയും ശിവൻ തപസ്സിൽ നിന്ന് ഉണരുകയും ആ കോപത്തിൽ തൻ്റെ 3-ാം കണ്ണ് തൃക്കണ്ണ് തുറക്കുകയും ശിവന്റെ 3-ാം കണ്ണിൽ നിന്നുണ്ടായ അഗ്നിയിൽ കാമദേവൻ വെന്ത് വെണ്ണീരായി പോയൊരു കഥയുണ്ട് പുരാണത്തിൽ. അപ്പോൾ ഈ കാമദേവൻ ഇല്ലാതാവുകയും കാമം എന്ന് പറയുന്ന വികാരം ഇല്ലാതാവുകയും ചെയ്തപ്പോൾ ത്രിലോകത്തും അരാജകത്വം വളരുകയും ഇതൊരു ബാലൻസ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയും ചെയ്തപ്പോൾ ഇതിനൊരു പ്രതിവിധി തേടിയിട്ട് ദേവന്മാർ ബ്രഹ്മാവിൻ്റെ സൃഷ്ടികർത്താവായ ബ്രഹ്മാവിൻ്റെ അടുത്ത് പോവുകയും എനിക്ക് പുനർജന്മം എന്ന് പറയുന്നത് എന്നെക്കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല, അത് മഹാവിഷ്ണുവിൻ്റെ അടുത്ത് സമീപിക്കൂ എന്ന് പറയുകയും അങ്ങനെ ദേവന്മാരെല്ലാം മഹാവിഷ്ണുവിൻ്റെ അടുത്ത് പോവുകയും മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഉർവശി, മേനക, രംഭ, തിലോത്തമ എന്നൊക്കെ പറയുന്ന സീത, അഹല്യ, മണ്ഡോദരി, ശാർങ്ങവി എന്നൊക്കെ പറയുന്ന 18 അപ്സരസുകൾ ചെന്താമര, കരിന്താമര, വടതാമര, ചങ്ങഴിനീർ പുഷ്പം, മന്ദാരകുസുമം, ചെത്തികുസുമം എന്നൊക്കെ പറയുന്ന 18 നിറത്തിലുള്ള പൂക്കൾ അർപ്പിച്ചുകൊണ്ട് പൂവാളി, പൂർണാഹരി, വനാഹരി, കനകാഹരി, മധ്യമാഹരി, ആഹരി എന്ന് പറയുന്ന 18 രാഗത്തിൽ മിശ്രം, തിസ്രം, ഗണ്ഡം, സംക്രം, ചതുരസ്രം എന്ന് പറയുന്ന താളക്രമത്തിൽ നാരായണനെ സ്തുതിച്ചുകൊണ്ട് പാടി ആടി കളിച്ച കളിയാണ് പൂരക്കളി എന്നാണ് ഐതിഹ്യം പറയുന്നത്. അതിൽ ഈ പൂക്കൾ 18 നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് കാമദേവന്റെ രൂപമുണ്ടാക്കി കാമപൂജ ചെയ്യുകയും മഹാവിഷ്ണുവിനെ സ്തുതിച്ചുകൊണ്ട് പാട്ടുപാടി ത്രിലോകത്തിലുമായിട്ട് കളിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഐതിഹ്യം. അപ്പോൾ ഇത് പൊതുവേ ഉള്ളൊരു അവസ്ഥ എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എല്ലാ സ്ഥലത്തും പെൺകുട്ടികളാണ് ഭയങ്കര ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങൾക്കും. ഇപ്പം ഞാൻ എൻ്റെ അടുത്തൊക്കെ ചോദിക്കാറുണ്ട്, മാഷെ എന്താണ് ഞങ്ങൾക്ക് ഈ ഐറ്റം ഇല്ലാത്തത്, അപ്പോൾ ഞങ്ങൾക്കും ഇത് കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾ മുന്നോട്ട് വരാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കലോത്സവത്തിൽ ഇപ്പം തന്നെ ഒരുപാട് ഐറ്റം സമയബന്ധിതമായി നടത്തി തീർക്കാൻ പറ്റാത്തതുകൊണ്ട് അപ്പീലുകൾ പോലും നിരോധിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം നിലവിലുള്ളത്. അപ്പോൾ ഇനി അങ്ങനെ ഈ പൂരക്കളിക്ക് ഇപ്പം കൊടുത്തിരിക്കുന്ന ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 20 മിനിറ്റാണ്, 12 പേര്. കലോത്സവത്തിൽ ഒരു സംഘക്കളിക്കും 20 മിനിറ്റ് ഇല്ല. പക്ഷേ പൂരക്കളി ഒരു 20 മിനിറ്റെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും പൂരക്കളിയുടെ കുറച്ച് ഭാഗങ്ങളെങ്കിലും കാണിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു കാര്യം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഐറ്റം കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ ഇതിൻ്റെ നടത്തിപ്പും കാര്യങ്ങളൊക്കെ എന്താവും എന്നുള്ളൊരു വിഷയമുണ്ട്. ഇതിൽ കലോത്സവത്തിൽ ഇപ്പോൾ അനുഷ്ഠാന പരമായിട്ട് കളിച്ചാൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. ആ ഒരു അവസ്ഥയാണ് ഉള്ളത്. കാരണം അതിൻ്റെ തനത് വേഷം, തനത് രാഗത്തിൽ, തനത് ചുവടുകൾ വെച്ച് കളിക്കുക. നമ്മളെ ഒരു മോഡിഫിക്കേഷനും അതിൽ അംഗീകരിക്കപ്പെടാറില്ല കലോത്സവത്തിൽ. കാരണം ഇത് ആ അനുഷ്ഠാന കലയായിട്ട് തന്നെ നിലനിൽക്കണം, അതാണല്ലോ അതിൻ്റെ ശരിയും. കാരണം
തനത് ഇപ്പം ഗോത്ര കലകൾ ഉൾപ്പെടുത്തി ആ ഗോത്ര കലകൾ എങ്ങനെയാണോ അവർ അനുഷ്ഠിക്കുന്നത് അല്ലെങ്കിൽ കളിക്കുന്നത് അതേ രീതിയിൽ കളിക്കുമ്പോഴാണല്ലോ അത് ആ കലേനെ പരിപോഷിപ്പിക്കാനാണല്ലോ ഇത് കലോത്സവത്തിലേക്ക് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കലോത്സവത്തിൽ വരുന്ന പുരക്കളിയിൽ അങ്ങനെ നവോത്ഥാനം വേണമെന്നില്ല. പ്രദർശന കളികളിൽ നമുക്കാവാം. മത്സരത്തിലേക്ക് വരുമ്പോൾ ആ തനത് പുരക്കളി എന്താണെന്ന് മറ്റുള്ളവർ അറിയുമ്പോൾ അത് ഇത് തന്നെയാണ് പുരക്കളി എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു പരിശീലനം എന്നുള്ള രീതിയിൽ പേഴ്സണലി അഭിപ്രായം. അത് പിന്നെ എൻ്റെ ദേശത്ത് നമ്മളെ 2 ദേശക്കാരെ കോർഡിനേറ്റ് ചെയ്തിട്ട് ഒരു 500 പേരെ വെച്ചിട്ടുള്ള ഒരു മെഗാ പുരക്കളി, അതും അതിൻ്റെ തനത് വേഷത്തിൽ തനത് ചിട്ടയോട് കൂടിയിട്ട് അവതരിപ്പിക്കാൻ ഒരു കോർഡിനേറ്റ് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ സാധിച്ച വലിയൊരു കാര്യമാണ്. കാരണം ഇത്രയും പൂർവികന്മാർ നമുക്ക് മുന്നേ മൺമറഞ്ഞു പോയ ആചാര്യന്മാർ ഒരുപാടുണ്ട്. പക്ഷെ എന്നിട്ടും എനിക്കാണ് അതിനിങ്ങനെ ഒരു നിയോഗം ഉണ്ടായത്, സാധിച്ചത്. അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു ആശയം എൻ്റെ നാട്ടുകാർ, എൻ്റെ സുഹൃത്തുക്കളെല്ലാം അതേപോലെ ഏറ്റെടുത്തു. എന്നെക്കാൾ അവർ അത് ആഗ്രഹിക്കുകയും ചെയ്തപ്പോഴാണ് അത് വിജയിച്ചത്. അതെ അതെ, അത് പിന്നെ ഈ പറഞ്ഞതുപോലെ 3 ജഡ്ജ്, ഇതിൽ ഓരോരാളുടെയും കാഴ്ചപ്പാട് വേറെ വേറെ ആയിരിക്കാം. അപ്പോൾ 2 കളിയും തമ്മിൽ വലിയ അന്തരമുള്ളതായിട്ട് ഞാനത് നേരിട്ട് കണ്ടില്ല. പക്ഷേ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ കണ്ടപ്പോൾ എൻ്റെ ശിഷ്യൻ തന്നെയാണ് അതിൻ്റെ ഫസ്റ്റ് കിട്ടിയ ടീമിൻ്റെ പരിശീലകൻ. അപ്പോൾ വലിയ അന്തരം എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ നേരിട്ട് കാണുമ്പോൾ ചിലപ്പോൾ ചുവടുകളുടെ എണ്ണത്തിൻ്റെ വ്യത്യാസം, വേഷത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ പോലും മാർക്കിനെ ബാധിക്കാം. അപ്പോൾ അതിൽ പക്ഷേ കരുവള്ളൂരാണ് വർഷങ്ങളായിട്ട് കണ്ണൂരിൽ നിന്ന് 1-2 തവണയെ കരുവള്ളൂരിന് കിട്ടാതിരുന്നിട്ടുള്ളൂ. അപ്പോൾ വെള്ളൂർ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ വെള്ളൂർ അങ്ങനെ ഒരു സമ്മാനം നേടിയിരിക്കുന്നത്. അപ്പോൾ ആ വിധികർത്താക്കൾ അവരുടെ ഒരു കാഴ്ചപ്പാടിനനുസരിച്ചാണ് മാർക്ക് ഇട്ടിട്ടുണ്ടാവുക. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു ഓവറോൾ മാർക്കിൽ 1 മാർക്കിൻ്റെ വ്യത്യാസമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഇരുന്ന ആളുകളുടെ കാഴ്ചപ്പാടിൻ്റെ ഒരു ഇതിലായിരിക്കാം. കാരണം ഇതിന് ഇപ്പം ഞാൻ വിചാരിച്ചതുപോലെ അടുത്ത ആൾ ജഡ്ജ് വിചാരിക്കണമെന്നില്ലല്ലോ, ചെറിയ വേരിയേഷൻസ് വരാം. പിന്നെ ഒപ്പത്തിനൊപ്പം വരുമ്പോൾ ഈ പറഞ്ഞ പോലെ നല്ല മത്സരം ഉണ്ടായിരുന്നുള്ളതാണ് പൊതുവെ അറിയാൻ പറ്റിയത്. എനിക്ക് നേരിട്ട് കാണാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ആ രീതിയിലൊരു ആധികാരികമായിട്ട് ഒരു വിലയിരുത്തലിന് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ 1 മാർക്കിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അത് ഈ പറഞ്ഞ പോലെ കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമായിരിക്കാം 3 ജഡ്ജസിൻ്റെയും ഇതിൽ വന്ന്. വളരെ സന്തോഷമുണ്ട്. കാരണം ഇനിയും ആവുന്നത്ര കാലം തനത് പൂരക്കളി ഇങ്ങനെ കേരളത്തിലൊട്ടാകെ പടർന്ന് പന്തലിക്കാൻ കാരണക്കാരനാവണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. ഈ ഫീൽഡിലേക്ക് വന്നത് തന്നെ ആ ഒരു ആഗ്രഹത്താലാണ്. അതായത് ശരിക്കുമുള്ള പൂരക്കളി, എന്തെങ്കിലും കാട്ടിക്കൂട്ടി ഒപ്പിച്ചിട്ട് കുട്ടികളെ പറ്റിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവാതെ നമ്മുടെ നാട്ടിൽ കളിക്കുന്നതിനേക്കാൾ ശക്തമായിട്ടുള്ള പൂരക്കളി തെക്കൻ ജില്ലകളിൽ ഉണ്ടാവണം. പലപ്പോഴും എൻ്റെ പാലക്കാട് സ്റ്റേറ്റിൽ കുറേ വർഷം സംസ്ഥാനത്ത് 1ാം സ്ഥാനം നേടാൻ എൻ്റെ പാലക്കാട് ടീമിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമാണ്.